സ്വാഗതം ടോപ് 10ലേക്ക്. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ദീപാവലി സമ്മാനത്തിന് GST കൗൺസിലിന്റെ അംഗീകാരം. മലയാളികൾക്ക് ഇത് ഓണസമ്മാനം കൂടിയാണ്. GST സ്ലാബുകൾ പരിഷ്കരിച്ചതോടെ വലിയ വിലക്കുറവ് വിപണിയെയും സജീവമാക്കും. 28%, 18%, 12% നികുതി 5%-മായും കുറയുമ്പോൾ വിലക്കയറ്റവും സ്വാഭാവികമായും കുറയും. ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. നികുതി ഘടനാ പരിഷ്കരണത്തിന് GST കൗൺസിൽ യോഗത്തിൽ അംഗീകാരം. 2 സ്ലാബുകളായി ചുരുക്കിയേക്കും. 2500 രൂപ വരെയുള്ള വസ്ത്രങ്ങളുടെ GST കുറയും. നഷ്ടം നികത്താൻ സെസ് വേണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ലെന്ന് പ്രതിപക്ഷം. യുവതീ പ്രവേശനത്തിൽ ഉൾപ്പെടെ നിലപാട് തിരുത്തിയിട്ട് ക്ഷണിക്കട്ടെ എന്ന വാദം. പ്രതിപക്ഷം കാര്യം മനസ്സിലാക്കാതെ പ്രതികരിക്കുന്നുവെന്ന് ദേവസ്വം മന്ത്രി. അയ്യപ്പ സംഗമത്തിന് ബദലായി വിശ്വാസ സംഗമം നടത്താൻ ഹൈന്ദവ സംഘടനകൾ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ക്രൂരമർദ്ദനമേറ്റതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിന് മർദ്ദനമേറ്റത് സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തിയതിന്റെ കാരണം അന്വേഷിച്ചതിന്. ദൃശ്യങ്ങൾ പുറത്തുവന്നത് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പ്രകാരം. കുറ്റക്കാർ ഇപ്പോഴും സർവീസിൽ. പൗരത്വ ഭേദഗതി നിയമത്തിൽ സുപ്രധാന ഇളവുമായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ ഡിസംബർ 31 വരെ അയൽ രാജ്യങ്ങളിൽ നിന്ന് വന്ന മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാം. ഇതുവരെ പൗരത്വം നൽകിയത് 2014 വരെ വന്നവർക്ക്. 10 വർഷത്തേക്ക് കൂടി ഇളവ് നീട്ടി നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ്. സംസ്ഥാനം ഓണാഘോഷ നിറവിലേക്ക്. നാടും നഗരവും തിരക്കിൽ. ഉത്രാടപ്പാച്ചിലേക്ക് മലയാളികൾ. ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് തുടക്കം. ദീപാലങ്കാരവും കലാവിരുന്നുമായി ഇനി 7 ആഘോഷരാവുകൾ. ഓണനാളിൽ തെരുവിലുറങ്ങേണ്ട ഗതികേടിൽ എറണാകുളം അയ്യങ്കുഴി നിവാസികൾ. BPCL അപകടത്തെ തുടർന്ന് കുടിയൊഴിക്കപ്പെട്ടവരുടെ പുനരധിവാസ കേന്ദ്രത്തിൽ നിന്ന് ഒഴിപ്പിക്കാൻ നീക്കം. പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്ന അയ്യങ്കുഴി നിവാസികൾ. ടോപ് 10 സ്പെഷ്യൽ. എറണാകുളം പുത്തൻകുരിശിൽ വീട് ജപ്തിയിലായ കുടുംബത്തിന് ആശ്വാസം. മുഴുവൻ തുകയും നൽകി കടം വീട്ടാമെന്ന് പ്രവാസി. നടപടി മുൻ MLA VP ശ്രീനിജത്ത് സജീന്ദ്രന്റെ ഇടപെടലിൽ. കനിവ് കണ്ണീരൊപ്പിയത് സ്ത്രീകളും കുഞ്ഞും ഉൾപ്പെട്ട നിരാലംബരുടെ. KCL-ൽ ഉജ്ജ്വല വിജയവുമായി ട്രിവാൻഡ്രം റോയൽസ്. ജയം ആലപ്പി റിപ്പിൾസിനെതിരെ 110 റൺസിന്. 2ാം മത്സരത്തിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സിനെതിരെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വിജയം. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷം. പഞ്ചാബിൽ 30 മരണം. ഉത്തർപ്രദേശിൽ 16 പേർക്ക് ജീവൻ നഷ്ടമായി. ഹിമാചലിൽ മണ്ണിടിച്ചിലിൽ 6 മരണം. പഞ്ചാബിലും ഹരിയാനയിലും 6 ലക്ഷം ഹെക്ടറിൽ കൃഷിനാശം. യമുന നദി കരകവിഞ്ഞു. ഡൽഹിയിൽ പ്രളയ മുന്നറിയിപ്പ്. നികുതി ഘടന പരിഷ്കരണത്തിന് GST കൗൺസിലിന്റെ അംഗീകാരം. നിലവിലെ 4 സ്ലാബുകൾ 2ആയി കുറയും. 2500 രൂപ വരെയുള്ള വസ്ത്രങ്ങളുടെയും ചെരുപ്പുകളുടെയും GST കുറയും. അതേസമയം നഷ്ടം നികത്താൻ സെസ് വേണമെന്ന NDA ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടു. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിലാണ് നികുതി ഘടനാ പരിഷ്കരണം ചർച്ച ചെയ്യാനുള്ള GST കൗൺസിൽ യോഗം നടക്കുന്നത്. 5, 12, 18, 28% നികുതി സ്ലാബുകളാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഇനി 5%-ഉം 18%-ഉം മാത്രമായി ചുരുങ്ങും. സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്നതാണ് പുതിയ തീരുമാനം. 2500 രൂപ വരെയുള്ള വസ്ത്രങ്ങളുടെയും ചെരുപ്പുകളുടെയും GST 12%-ൽ നിന്ന് 5%-ആയി കുറയും. കർഷകരടക്കമുള്ളവർക്കാണ് പുതിയ തീരുമാനത്തിന്റെ ഗുണം ലഭിക്കുക. ട്രാക്ടർ ഉൾപ്പെടെയുള്ള കാർഷികോപകരണങ്ങൾ, വളങ്ങൾ എന്നിവയുടെ വില കുറയും. എന്നാൽ സംസ്ഥാനങ്ങൾക്ക് വൻ വരുമാന നഷ്ടമാണ് പുതിയ തീരുമാനത്തിലൂടെ ഉണ്ടാവുക. നഷ്ടം നികത്താൻ സെസ് വേണമെന്നാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ നിലപാട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തന്ത്രപരമായി നിലപാട് സ്വീകരിച്ച UDF.
ശബരിമല ആചാരലംഘനത്തെ പിന്തുണച്ച് സുപ്രീംകോടതിയിൽ സർക്കാർ നൽകിയ സത്യവാങ്മൂലവും ഭക്തർക്കെതിരെ ചുമത്തിയ കേസുകളും പിൻവലിക്കാൻ സർക്കാർ തയ്യാറുണ്ടോ എന്ന മറുചോദ്യവുമായാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തിയത്. ഇക്കാര്യത്തിൽ സർക്കാരിന്റേത് രാഷ്ട്രീയപരമായ കാപ്പട്യമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പ്രതിപക്ഷം പ്രതികരിക്കുന്നതെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. സെപ്റ്റംബർ 20-ന് പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡിനെ മുൻനിർത്തി സർക്കാർ നടത്തുന്ന കാപട്യമാണെന്നാണ് UDFന്റെ വിലയിരുത്തൽ. ശബരിമലയിൽ ആചാരലംഘനത്തെ പിന്തുണച്ചുകൊണ്ട് സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കുകയും നാമജപ ഘോഷയാത്രയടക്കം നടത്തിയവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുകയും ചെയ്യണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. കേരള സർക്കാർ നടത്താൻ പ്രഖ്യാപിച്ചിരിക്കുന്ന അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയമായ കാപട്യമാണ്, രാഷ്ട്രീയമായ മുതലെടുപ്പാണ്, കപടമായ ഒരു അയ്യപ്പ സ്നേഹമാണ്. LDF സർക്കാർ കൊടുത്ത ആചാര ലംഘനം നടത്താൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന അഫിഡവിറ്റ് പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നാമജപ ഘോഷയാത്ര ഉൾപ്പെടെ നടത്തിയ സമാധാനപരമായ സമരങ്ങളുടെ പേരിൽ എടുത്ത കേസുകൾ ഇതുവരെ പിൻവലിക്കപ്പെട്ടിട്ടില്ല. ആ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറുണ്ടോ? ശബരിമലയിലെ അടിസ്ഥാന വികസനത്തിനടക്കം 9 വർഷം ഒരു പൈസ പോലും നൽകാത്ത സർക്കാരാണ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അയ്യപ്പ സംഗമവുമായി എത്തുന്നത്. ഇതിന്റെ പേരിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പും കപടഭക്തിയും UDF അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആചാര ലംഘനത്തിന് നവോത്ഥാന സമിതി രൂപീകരിച്ച് മതിൽ തീർത്തവരാണ് വർഗീയവാദികൾക്ക് അവസരമൊരുക്കാൻ സംഗമം നടത്തുന്നത്. UDF ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയാൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ വ്യക്തത വരുത്താം. തന്നെ ക്ഷണിക്കാനെത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അവഗണിച്ചു എന്ന കാര്യം കളവാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ചേർന്ന UDF ഓൺലൈൻ യോഗമാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. അതേസമയം പ്രതിപക്ഷം കാര്യം മനസ്സിലാക്കാതെയാണ് പ്രതികരിക്കുന്നതെന്നും അയ്യപ്പ സംഗമം നടത്തുന്നത് ദേവസ്വം ബോർഡാണെന്നും വിഭാഗീയതയായി കാണേണ്ടതില്ലെന്നും ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സർക്കാരിന്റെ അയ്യപ്പ സംഗമത്തിന് ബദലായി സംഘപരിവാറിന്റെ വിശ്വാസ സംഗമം നടത്താൻ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം. ആഗോള അയ്യപ്പ സംഗമം ഭരണഘടനാ വിരുദ്ധമെന്നും യഥാർത്ഥ അയ്യപ്പ വിശ്വാസികളുടെ സംഗമം നടത്തുമെന്നും ശബരിമല ഐക്യസമിതിയും ഹിന്ദു ഐക്യവേദി നേതാക്കളും വ്യക്തമാക്കി. NSS, SNDP ഉൾപ്പെടെ എല്ലാ ഹൈന്ദവ സംഘടനകളെയും വിശ്വാസത്തിലെടുത്താണ് സംഗമം നടത്തുക. ആഗോള അയ്യപ്പ സംഗമം ഭരണഘടനാ വിരുദ്ധമെന്നും സർക്കാരിന് ധാർമ്മികമായി ഇത്തരമൊരു പരിപാടി നടത്താനാകില്ലെന്നും ഇന്നിത് ശബരിമലയിലാണെങ്കിൽ നാളെ മസ്ജിദിലോ പള്ളിയിലോ ആകുമെന്നും ഹിന്ദു ഐക്യവേദി സംഘടനാ നേതാക്കൾ പറഞ്ഞു. ഗണപതി മിത്തെന്ന് പറയുന്നവരാണ് ഗണപതി ക്ഷേത്രപടിക്കൽ അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് അയ്യപ്പ സേവാ സമാജം ദേശീയ ചെയർമാൻ SJR കുമാർ പറഞ്ഞു. എന്നാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ ദൈവഭക്തി തുടങ്ങിയത്? എന്നാണ് ഇവർ അയ്യപ്പ ഭക്തന്മാരായത്? ചോദിക്കേണ്ട ചോദ്യമാണ്. അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. നിങ്ങൾ യഥാർത്ഥ അയ്യപ്പന്മാരാണോ? നിങ്ങൾ യഥാർത്ഥത്തിൽ ഭക്തജനമാണോ എന്നുള്ള ചോദ്യം ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയോടും ഞാൻ ചോദിക്കുകയാണ്. ശബരിമല സംരക്ഷണ സംഗമം എന്നാണ് നമ്മൾ ആ ഒരു സംഗമത്തിന് പേരിട്ടിരിക്കുന്നത്. എന്തായാലും ശരിയായ അയ്യപ്പന്മാരുടെ ഒരു സംഗമം നമ്മൾ വിളിച്ചുകൂട്ടുകയാണ്. പന്തളം കേന്ദ്രീകരിച്ച് ഈ മാസം 22-ന് യഥാർത്ഥ ഭക്തരെ സംഘടിപ്പിച്ച് സംഗമം നടത്താനാണ് ഹിന്ദു സംഘടനകളുടെ തീരുമാനം. യഥാർത്ഥ അയ്യപ്പന്മാരുടെ സംഗമം അത് സെപ്റ്റംബർ 22-ാം തീയതി പന്തളത്ത് നടത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പന്തളത്ത് വെച്ച് കേരളത്തിലെ ഈ ട്രഡീഷണലായിട്ട് അയ്യപ്പ വിശ്വാസത്തെ കൂടെ നിർത്തുന്ന ഇപ്പോൾ പന്തളം കൊട്ടാരം പോലുള്ള അവരുടെ പിന്തുണയുണ്ട് ഈ കാര്യത്തിൽ. ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് സർക്കാർ ആത്മാർത്ഥമായി ഒന്നും ചെയ്യുന്നില്ല. സർക്കാരിന്റെ അടവ് നയത്തിന്റെ ഭാഗമായി നഷ്ടപ്പെട്ട വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം മാത്രമാണ് അയ്യപ്പ സംഗമമെന്ന് ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബു പറഞ്ഞു. ഭക്തജന അയ്യപ്പ സംഗമത്തിൽ പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള പ്രതിനിധികളെയും ദേശീയ നേതാക്കളെയും പങ്കെടുപ്പിക്കാൻ നീക്കമുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പോലീസ് സ്റ്റേഷനിൽ മർദ്ദനം. ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെയാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് SI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ മർദ്ദിച്ചത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. 2023-ലായിരുന്നു സംഭവം. സംഭവത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി.
ചൊവ്വന്നൂരിൽ വെച്ച് വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തിയത് തിരക്കിയതിനാണ് പോലീസ് മർദ്ദിച്ചതെന്ന് സുജിത്ത് പറയുന്നു. എസ് ഐ ന്യൂമാൻ, CPOമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ എന്നിവർ മർദ്ദിച്ചതായാണ് പരാതി. തുടർന്ന് സുജിത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി. എന്നാൽ പോലീസ് ഈ പരാതിയിൽ കേസെടുക്കാനോ നടപടി സ്വീകരിക്കാനോ തയ്യാറായില്ല. പിന്നീട് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പ്രകാരം മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിക്കുകയായിരുന്നു. സുജിത്ത് മദ്യപിച്ചുവെന്ന് കാണിച്ച വ്യാജ FIR ഉണ്ടാക്കി കേസിൽ കുടുക്കാനായിരുന്നു പോലീസിന്റെ ശ്രമമെന്നും മർദ്ദനത്തിൽ തന്റെ കേൾവി ശക്തിക്ക് തകരാറ് സംഭവിച്ചുവെന്നും സുജിത്ത് പറയുന്നു. കൊണ്ടുവരുമ്പോൾ സജീവൻ എന്ന് പറഞ്ഞൊരു പോലീസുകാരനായിരുന്നു. ആള് ഒലിയോ ജംഗ്ഷൻ്റെ അവിടെ വെച്ചിട്ട് എന്നെ തല്ലിയിട്ടുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ട് തല്ലിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതൊക്കെ CCTV കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ജീപ്പ് കയറി പറഞ്ഞതിൻ്റെ തൊട്ട് മുന്നേ ആളവിടെ നടന്നു വരുന്ന ദൃശ്യങ്ങളൊക്കെ. അതേസമയം മർദ്ദനം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നേരത്തെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും കോടതി നടപടി പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും DIG ഹരിശങ്കർ പറഞ്ഞു. ആ ആക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അതിനെ സംബന്ധിച്ച് എൻക്വയറി നടന്നിട്ടുണ്ട്. ആ എൻക്വയറി നടന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരായി കണ്ട ആൾക്കാർക്കെതിരെ ശിക്ഷ നൽകിയിട്ടുള്ളതായിട്ടാണ് രേഖകളിൽ കാണുന്നത്. ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് നിലനിൽക്കുകയാണ്. ഇതിൽ പരാതിക്കാരായ ആളുകൾ കോടതിയെ നേരിട്ട് സമീപിച്ചിട്ടുള്ളതും ആ കോടതിയിൽ ഒരു MC ഇതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ക്രിമിനലായി നിലനിൽക്കുന്നുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ബാരിക്കേഡിന് മുകളിൽ കയറിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. അമൃത ന്യൂസ്, തൃശൂർ. പൗരത്വ ഭേദഗതി നിയമത്തിൽ സുപ്രധാന ഇളവുമായി കേന്ദ്ര സർക്കാർ. 2024 ഡിസംബർ 31 വരെ അയൽ രാജ്യങ്ങളിൽ നിന്നും വന്ന മുസ്ലിം ഇതര വിഭാഗങ്ങൾക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാം. 10 വർഷത്തേക്ക് കൂടിയാണ് ഇളവ് നീട്ടി നൽകിയത്. ബീഹാർ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ കുടിയേറിയ നിരവധി പേർക്ക് ഇളവ് ഗുണം ചെയ്യും. 2019 ഡിസംബറിലാണ് രാജ്യത്ത് പൗരത്വ നിയമം ഭേദഗതി ചെയ്തത്. 2014 ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ രാജ്യത്തെത്തിയവർക്ക് പൗരത്വം അനുവദിക്കാനായിരുന്നു തീരുമാനം. ഈ തീരുമാനത്തിലാണ് നിർണായക ഇടപെടൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം 10 വർഷം കൂടി ഇളവ് നീട്ടി നൽകി. ഇതുപ്രകാരം 2024 ഡിസംബർ 31-നുള്ളിൽ രാജ്യത്തെത്തിയ അയൽ സംസ്ഥാനങ്ങളിലെ മുസ്ലിമേതര ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹിന്ദുക്കൾ, സിഖുകാർ, ബുദ്ധമതക്കാർ, ജൈനന്മാർ, പാഴ്സികൾ, ക്രിസ്ത്യാനികൾ എന്നിവർക്കാണ് ആനുകൂല്യത്തിന്റെ ഗുണം ലഭിക്കുക. പൗരത്വത്തിന് അപേക്ഷിക്കുന്ന ഇവർക്ക് പാസ്പോർട്ട്, യാത്രാരേഖകൾ ഒന്നുമില്ലാതെ തൽക്കാലം രാജ്യത്ത് തുടരാനാകും. എന്നാൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷമല്ലാത്ത ആളുകൾക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാൻ കഴിയില്ല. മണിപ്പൂർ, മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കാനിരിക്കെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗമായ തീരുമാനമുണ്ടായത്. ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പും തീരുമാനത്തിന് കാരണമായിട്ടുണ്ട്. കുടിയേറ്റ ജനവിഭാഗങ്ങൾ ഏറെയുള്ള സംസ്ഥാനമാണ് ബീഹാർ. അത്തരം ആളുകൾക്ക് പൗരത്വം ഉറപ്പാക്കുന്നതിലൂടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് മറുപടി നൽകാനും BJPക്ക് കഴിയും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നിയമസഭയിൽ ഓണാഘോഷം സംഘടിപ്പിച്ച മുഖ്യമന്ത്രി. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സിനിമാ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവിനൊപ്പം മുഖ്യമന്ത്രി ഓണസദ്യ ഉണ്ടു. ടൂറിസം വകുപ്പിന്റെ ഓണാഘോഷവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് മുഖ്യമന്ത്രി ഇക്കുറി ഓണാഘോഷം നടത്തിയത്. മുഖ്യമന്ത്രിയുടെ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ സാമൂഹ്യ, സാംസ്കാരിക, സാമുദായിക, സിനിമാ മേഖലയിലെ ഒട്ടേറെ പ്രമുഖരെത്തി. മുഖ്യമന്ത്രിയും ഭാര്യ കമലാ വിജയനും സ്പീക്കർ AN ഷംസീറും മന്ത്രി V ശിവൻകുട്ടിയും ചേർന്ന് അതിഥികളെ സ്വീകരിച്ചു. എല്ലാവരും മുഖ്യമന്ത്രിക്ക് ഓണാശംസകൾ നേർന്നു. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നേതാക്കൾ വിരുന്നിൽ പങ്കെടുത്തു.
ഉദ്യോഗസ്ഥ പ്രമുഖരും സന്നിഹിതരായിരുന്നു. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. പ്രതിപക്ഷ നേതാവിനൊപ്പം ഇരുന്നാണ് മുഖ്യമന്ത്രി സദ്യയുണ്ടത്. ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിനും തുടക്കമായി നിശാഗന്ധിയിൽ നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംവിധായകനും നടനുമായ ബേസിൽ ജോസഫ്, തമിഴ് നടൻ രവി മോഹൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, MP-മാർ, MLA-മാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വാരാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ട് 9-ാം തീയതി ഘോഷയാത്ര ഗവർണറാണ് ഉദ്ഘാടനം ചെയ്യുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഓണവിപണിയിലേക്ക് ടൺ കണക്കിന് പൂക്കളുമായി കർണാടകയിൽ നിന്നുള്ള സംഘം കാസർഗോഡെത്തി. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരം മറുനാടൻ പൂക്കളാൽ വർണ്ണാഭമായി. ഓണത്തിരക്കേറുന്ന കാഞ്ഞങ്ങാട് നഗരത്തിൽ കോട്ടച്ചേരി ബസ് സ്റ്റാൻഡിലാണ് പൂവിപണി സജീവമായത്. രാവിലെ മുതൽ പൂവിൽപ്പനയുടെ ആരവമാണ് നഗരത്തിൽ. കർണാടകയിലെ ചിത്രദുർഗ, ഹാസൻ, വപ്പളിക, തുങ്കൂർ, തിപ്തൂർ, പുത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള സംഘമാണ് ഓണവിപണി ലക്ഷ്യമാക്കി എത്തിയിരിക്കുന്നത്. വിവിധ നിറങ്ങളിലുള്ള ജമന്തി, ബൊട്ടാൻസ്, സെമന്തിക, റോസാപ്പൂക്കൾ, മുല്ലപ്പൂക്കൾ തുടങ്ങിയവ ബസ് സ്റ്റാൻഡിലുടനീളം വർണ്ണപ്പരവതാനി തീർത്തിരിക്കുകയാണ്. കർണാടകയിൽ മുളത്തിന് 20 മുതൽ 30 രൂപ വരെ ഈടാക്കുമ്പോൾ ഇവിടെ 50 രൂപ നിരക്കിലാണ് പൂവിൽപ്പന. ജമന്തിക്ക് വർണ്ണവ്യത്യാസമനുസരിച്ച് കിലോവിന് 200 മുതൽ 600 രൂപ വരെയാണ് വില. പൂവെല്ലാം 30 രൂപ കിലോ. 30 കൊല്ലായി നമ്മള് ടോട്ടൽ നമ്മളിപ്പോ നമ്മളെ ആള് 36 ഉണ്ട്. പിന്നെ വേറെ വേറെ ഉണ്ട്. ആസനക്കാരുണ്ട്, ഒരെല്ലാം വന്നിട്ടുണ്ട്. ആസന, അർക്കൽകോട്. സ്ത്രീകൾ ഉൾപ്പെടെ 5 മുതൽ 7 വരെ വിൽപ്പനക്കാർ അടങ്ങുന്ന 28ഓളം സംഘമാണ് പൂക്കളുമായി കാഞ്ഞങ്ങാട് എത്തിയിരിക്കുന്നത്. ഉത്രാടം തിരുവോണാഘോഷങ്ങളിലേക്ക് കടക്കവേ വരും മണിക്കൂറുകളിൽ പൂവിപണി തിരക്കിന്റെ മൂർധന്യത്തിലാകും. അമൃത ന്യൂസ്, കാസർഗോഡ്. കൃഷിക്ക് പേരുകേട്ട ആലപ്പുഴ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വ്യത്യസ്തനായ കർഷകൻ ശുഭകേശന്റെ കൃഷിത്തോട്ടത്തിൽ ഓണക്കാലമായതോടെ തിരക്കേറുകയാണ്. 15 ഏക്കർ കൃഷിയിടത്തിൽ 17 ഇനം ജൈവ പച്ചക്കറികളാണ് വിളവെടുപ്പിന് തയ്യാറായി കിടക്കുന്നത്. ഓണക്കാലമെത്തിയാൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിനെ മലയാളികൾക്ക് അങ്ങനെ ഒഴിച്ചു നിർത്താൻ കഴിയില്ല. കർഷകരാൽ സമ്പന്നമായ പഞ്ചായത്തിൽ സമൃദ്ധമായി വിളയുന്ന ജൈവ പച്ചക്കറികൾ തന്നെയാണ് ഇതിന് കാരണം. അവിടെ വ്യത്യസ്തനായ ഒരു കർഷകന്റെ കൃഷിത്തോട്ടമാണ് ഈ ഓണക്കാലത്തെ താരം. കഞ്ഞിക്കുഴി പയറെന്ന് മാത്രം കേട്ടാൽ മതി ശുഭകേശൻ എന്ന കർഷകനെ അടയാളപ്പെടുത്തുവാൻ. സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഈ വിളയിലൂടെയാണ് KP ശുഭകേശൻ കാർഷിക ലോകത്ത് പ്രിയങ്കരനായത്. ഓണക്കാലത്തെ മുന്നിൽ കണ്ട് കഞ്ഞിക്കുഴി സിൽക്ക് ഫാബ്രിക്കേഷൻ യൂണിറ്റിന് സമീപത്തെ 15 ഏക്കർ കൃഷിഭൂമിയിൽ ശുഭകേശൻ വിളയിച്ചെടുത്തത് 17 ഇനം പച്ചക്കറികളാണ്. പടവലവും പാവലും മത്തനും തുടങ്ങി ഓണക്കാലത്തെ സമൃദ്ധമാക്കാൻ വേണ്ടതെല്ലാം ഈ തോട്ടത്തിലുണ്ട്. എല്ലാം ജൈവ പച്ചക്കറികൾ. പച്ചക്കറിയോടൊപ്പം വിവിധ ഇനം പൂക്കളും ഇടവിളയായുണ്ട്. ഇത്തവണ ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ച് ഇപ്പോൾ ഇവിടെ 17 ഇനം പച്ചക്കറി ഇവിടെ വിളവായിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ കയറി വരുമ്പോൾ തന്നെ കാണാം ഒരു 120 മീറ്റർ നീളമുള്ള ഒരു പടവലപ്പന്തലാണ്. അതുപോലെ തൊട്ടപ്പുറത്തും അതുപോലെ തന്നെയുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ മാർക്കറ്റിനും തന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പച്ചക്കറി കുറവായ കഴിഞ്ഞ കാലവർഷം കാരണം പച്ചക്കറി കുറവായത് കാരണം നമുക്കിപ്പോൾ നല്ല വിലയും കിട്ടുന്നുണ്ട്. പച്ചക്കറികൾ വാങ്ങാനെത്തുന്നവർക്ക് തോട്ടത്തിലിറങ്ങി വേണ്ടതെല്ലാം നേരിട്ട് പറിച്ചെടുക്കാമെന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ആവശ്യക്കാർക്ക് ഇതിന് സമീപമുള്ള അഗ്രോ ഷോപ്പിൽ നിന്നും വാങ്ങാം. സ്വന്തം നഴ്സറിയിൽ വളർത്തിയെടുക്കുന്ന തൈകളാണ് ശുഭകേശൻ കൃഷി ചെയ്യുന്നത്. വിത്തും തൈകളും വേണ്ടവർക്ക് വീടിന് സമീപമുള്ള 15 ഏക്കർ കൃഷിയിടത്തിൽ അതും ഒരുക്കിയിട്ടുണ്ട് ശുഭകേശൻ. ഇതിനോടകം കേന്ദ്ര കേരള സർക്കാരിൻ്റെ എണ്ണമറ്റ അവാർഡുകളും ഈ കർഷക പ്രതിഭയെ തേടിയെത്തി. ജീവനം തന്നെ കൃഷിക്കായി മാറ്റിവെച്ച ശുഭകേശൻ്റെ കൃഷിഗാഥയിലെ പങ്കാളി ജീവിത പങ്കാളി കൂടിയായ ലതികയാണ്. ഈ കാഴ്ചകൾ കഞ്ഞിക്കുഴിയുടെ മാത്രം പ്രത്യേകതയാണ്. ഈ ഓണക്കാലത്തെ ജൈവ പച്ചക്കറി കൊണ്ട് അർദ്ധസമ്പൂർണ്ണമാക്കുകയാണ് ശുഭകേശനും അദ്ദേഹത്തിൻ്റെ ഏക്കർ കണക്കിന് വരുന്ന ഈ കൃഷിത്തോട്ടവും. ആലപ്പുഴയിൽ നിന്നും ആദർശനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്. ഓണനാളിൽ കിടപ്പാടമില്ലാതെ തെരുവിൽ അലയേണ്ട ഗതികേടിലാണ് എറണാകുളം അയ്യങ്കുടിയിലെ ജനങ്ങൾ. BPCL റിഫൈനറിയിലെ പൊട്ടിത്തെറിയെ തുടർന്ന് ലോഡ്ജിലേക്ക് താൽക്കാലികമായി മാറ്റിപ്പാർപ്പിക്കപ്പെട്ട ജനങ്ങളോട് മുറികൾ ഒഴിയണമെന്ന് ലോഡ്ജ് ഉടമ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇവരുടെ പുനരധിവാസം ഉറപ്പാക്കാൻ ജില്ലാ ഭരണകൂടവും സർക്കാരും മുൻകൈ എടുക്കുന്നില്ല എന്ന് ജനങ്ങൾ ആരോപിക്കും.
ഇപ്പോൾ നല്ലൊരു ദിവസം ഓണം തന്നെ. ഞങ്ങൾ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ടൊക്കെ ജീവിക്കണ്ടല്ലോ. ആ ദിവസം ഒരു ദിവസം നമ്മളൊരു വർഷത്തിൽ ഓണവും വിഷു ഇങ്ങനെയല്ലേ ജീവിക്കണത് എല്ലാവരും കൂടി. അതുപോലും പറ്റുന്നില്ല ഞങ്ങൾക്കിപ്പോൾ. 2 മാസമുള്ള ഒരു ദിവസമാണ് എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടുള്ളൂ. എനിക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. ഭയങ്കര കഷ്ടപ്പാടാണ്. ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ്. കുഞ്ഞു കൊച്ചുണ്ട് എനിക്ക്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ദുരിതത്തിലാണ് ഇപ്പോൾ ജീവിക്കണേ. പുത്തനുടുപ്പും പൂക്കളവുമായി നാടെങ്ങും ഓണാഘോഷത്തിൽ മതിമറക്കുമ്പോൾ അയ്യങ്കുഴിയിലെ ജനങ്ങളുടെ ജീവിതത്തിന് അത്ര നിറം പോരാ. സ്വന്തമായിരുന്ന വീടും പരിസരവും രാസമാലിന്യം നിറഞ്ഞ വിഷവായുവിനാൽ മലിനമാണ്. ഓണം ആഘോഷിക്കാൻ അയ്യങ്കുഴിയിലെ വീടുകളിലേക്ക് മടങ്ങിയാൽ എത്ര നേരം അവിടെ അതിജീവിക്കാനാകും? 5 തവണ മലിനീകരണ നിയന്ത്രണ ബോർഡ് വാസ്യയോഗ്യമല്ലെന്ന് കണ്ടെത്തിയതാണ് അയ്യങ്കുഴിയിൽ ഇവർ താമസിച്ചിരുന്ന സ്ഥലം. ഒടുക്കം ജൂലൈ 8-ാം തീയതി രാത്രി BPCL റിഫൈനറിയിലുണ്ടായ പൊട്ടിത്തെറിയിൽ ഉള്ളതെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങേണ്ടി വന്നവർ. പൊട്ടിത്തെറിയെ തുടർന്ന് താൽക്കാലികമായി ചോറ്റാനിക്കരയിലെ ലോഡ്ജിൽ ഇവർക്ക് BPCL തന്നെ താമസമൊരുക്കിയിരുന്നു. 1.5 മാസം പിന്നിട്ടപ്പോൾ നൽകി വന്ന ഭക്ഷണവും ലോഡ്ജ് വാടകയും BPCL നിർത്തി. ഇപ്പോൾ മുറികൾ ഒഴിയണമെന്നാണ് ലോഡ്ജ് ഉടമ ആവശ്യപ്പെടുന്നത്. കലത്തിനകത്ത് കഞ്ഞി പോലും വെക്കാൻ ഈ ഹോട്ടൽ ഉടമ സമ്മതിക്കുന്നില്ല. ഞങ്ങളെ ഭയങ്കരമായിട്ടും ഞങ്ങളെ ഫയർ ചെയ്തു. ഈ സാധനങ്ങളെല്ലാം എടുത്തെറിഞ്ഞ് കളയും. ഇനി മേലിലൂടെ ഇതൊന്നും വെക്കാൻ പറ്റില്ല. അയാളുടെ ഭാഗത്തെ ന്യായമായിരിക്കാൻ പറയണത്. പക്ഷെ ഞങ്ങളിവിടെ കൊണ്ടുവന്നാക്കിയത് ജില്ലാ ഭരണകൂടമാണ്. സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ കഴിയില്ല. പുനരധിവാസം ഉറപ്പുവരുത്തേണ്ട ജില്ലാ ഭരണകൂടവും സർക്കാരും കൈയൊഴിഞ്ഞ മട്ടും. വാസയോഗ്യമല്ലാത്ത സ്ഥലം BPCL ഏറ്റെടുത്ത് പകരം സംവിധാനമൊരുക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇത് അംഗീകരിക്കാൻ BPCL അധികൃതർ തയ്യാറായിട്ടില്ല. ഈ ഓണനാളിൽ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് രോഗികളും കുട്ടികളും ഗർഭിണികളും അടങ്ങുന്ന 40ഓളം കുടുംബങ്ങൾ. ക്യാമറമാൻ ബൈജു CS-നൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി. അയ്യങ്കുഴിയിലേക്ക് തിരികെ പോകാൻ കഴിയില്ലെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഇവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. കുഞ്ഞുങ്ങളെയും കൊണ്ടും ഈ പ്രായമായ അമ്മമാരെ കൊണ്ടും ഈ വിഷമുള്ള മണ്ണിലേക്ക് പോയി താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൊല്ലുന്നതിന് തുല്യമാണ് ഇനി അവർ ചെയ്യുന്ന കടും കൈയാണ് ഈ തിരുവോണ നാൾ ഞങ്ങൾ ചെയ്യുന്നത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ റിപ്പോർട്ടിലും പഴയ കണ്ടീഷൻ തന്നെയാണ് ഇപ്പോഴും എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തേക്ക് ഞങ്ങൾ മടങ്ങി പോവുകയില്ല. അപ്പോൾ ഞങ്ങളുടെ സ്ഥലം ഏറ്റെടുക്കുന്നവരെ ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കാൻ ഈ BPCL അധികൃതരും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ഞങ്ങളുടെ MLA, MP, മറ്റ് ഭരണാധികാരികളെല്ലാവരും ഞങ്ങളെ സഹായിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് കെമിക്കൽ പൗഡർ വീണിട്ട് ആദ്യം തന്നെ ഞങ്ങളുടെ ജലം നശിച്ചു. തരുന്ന ജലം HOC തന്നെ അവിടെ ഓപ്പൺ ടാങ്കാണ്. അവർ ആ പൊടി ഓപ്പണായിട്ട് വീണത് കൊണ്ട് പിന്നെ അതിനകത്തുണ്ട് പ്രദേശം മൊത്തം കെമിക്കൽ പൗഡറായിരുന്നു. അതേസമയം അയ്യങ്കുഴിയിലെ ജനങ്ങളോടൊപ്പം സർക്കാർ ഉണ്ടെന്നാണ് സ്ഥലം MLA PV ശ്രീനിജന്റെ മറുപടി. ഇവരുടെ ഭൂമി ഏറ്റെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരാണ് നിലപാടെടുക്കേണ്ടതെന്നും PV ശ്രീനിജൻ അമൃത വാർത്തകളോട് പറഞ്ഞു. കിരൺകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. താൽക്കാലികമായി താമസിപ്പിച്ചിരിക്കുന്ന ലോഡ്ജിൽ നിന്ന് ഒഴിയണമെന്നറിയിച്ചതോടുകൂടി തന്നെ ഈ ജനങ്ങൾ പെരുവഴിയിലാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അയ്യങ്കുഴിയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനോ പുനരധിവസിപ്പിക്കുന്നതിനോ വേണ്ടിയുള്ള യാതൊരു നടപടിയും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു പരാതി കൂടി ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ സ്ഥലം MLA പറയുന്ന കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സാധ്യമായ ഏത് നടപടി സ്വീകരിക്കാനും തയ്യാറാണ് എന്നുള്ളൊരു കാര്യമാണ് MLA സൂചിപ്പിക്കുന്നത്. ഈ ഭൂമി ഏറ്റെടുക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ആ കാര്യങ്ങളിലെല്ലാം തന്നെ ചർച്ച നടന്നു വരികയാണെന്നും MLA പറയുകയുണ്ടായി. MPയും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റുമാണ് നയപരമായിട്ട് തീരുമാനമെടുക്കേണ്ടത്. ഇവരുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്നത് എല്ലാ സാധ്യമായ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കാൻ ഗവൺമെൻറ് റെഡിയാണ്, സംസ്ഥാന സർക്കാർ റെഡിയാണ്. പക്ഷേ സ്ഥലം ഏറ്റെടുക്കണമെങ്കിൽ വലിയ നടപടിക്രമം പാലിക്കേണ്ടതായിട്ടുണ്ട്. ആ നടപടിക്രമം പാലിക്കണമെങ്കിൽ BPCLൻ്റെ പുറത്ത് വലിയ സമ്മർദ്ദം സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഓൾറെഡി ചെലുത്തുന്നുണ്ട്. പക്ഷെ അത് മാത്രം പോരാ. ഇതിൽ MPയും കേന്ദ്രമന്ത്രി പെട്രോളിയം വകുപ്പ് മന്ത്രിയും ഒക്കെ ഇടപെട്ടാലേ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ കഴിയുള്ളൂ.
വാസയോഗ്യമല്ലാത്ത സ്ഥലത്തേക്ക് തിരികെ പോകാൻ കഴിയില്ല എന്ന കാര്യം തന്നെയാണ് അയ്യങ്കുഴിയിലെ ജനങ്ങൾ പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉടൻ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പുത്തൻകുരിശിൽ വീട് ജപ്തി ചെയ്യപ്പെട്ട കുടുംബത്തിന് ആശ്വാസം. കുടുംബത്തിന് മുഴുവൻ തുകയും നൽകാമെന്ന് പ്രവാസി അറിയിച്ചു. മുൻ MLA VP സജീന്ദ്രന്റെ ഇടപെടലിനെ തുടർന്നാണ് ആശ്വാസ നടപടികൾ. 2 സ്ത്രീകളും കുഞ്ഞുമടങ്ങുന്ന കുടുംബമാണ് കുടിയിറക്കപ്പെട്ടത്. 2019 5 ലക്ഷം രൂപ വീട്ടുടമയായ സ്വാതി മണപ്പുറം ഫിനാൻസിൽ നിന്ന് വായ്പ എടുത്തിരുന്നു. 1.95 ലക്ഷം തിരിച്ചടച്ചു. പിന്നീട് ഗർഭിണിയായ യുവതിക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയായി. ഇതോടെ തിരിച്ചടവ് മുടങ്ങുകയായിരുന്നു. പിന്നീട് ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ പണം തവണകളായി തിരികെ അടയ്ക്കാമെന്ന് പറഞ്ഞുവെങ്കിലും ധനകാര്യ സ്ഥാപനം സമ്മതിച്ചില്ല എന്ന് കുടുംബം പറയുന്നു. സ്വാതി ജോലിക്ക് പോയ സമയത്ത് പോലീസിനെയും കൂട്ടിവന്ന് ധനകാര്യ സ്ഥാപനം അധികൃതർ വീട് ജപ്തി ചെയ്യുകയായിരുന്നു. സ്വാതിയുടെ പ്രായമായ അമ്മയും 1 വയസ്സുള്ള കുഞ്ഞു മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഒറ്റത്തവണയായി പലിശ ഉൾപ്പെടെ 5 ലക്ഷം രൂപ അടയ്ക്കണമെന്നാണ് ബാങ്കുകാർ ആവശ്യപ്പെടുന്നതെന്ന് കുടുംബം പറയുന്നു. KCL ആലപ്പി റിപ്പിൾസിനെതിരെ ഉജ്ജ്വല വിജയവുമായി ട്രിവാൻഡ്രം റോയൽസ്. 110 റൺസിനായിരുന്നു റോയൽസിന്റെ ജയം. ആദ്യം ബാറ്റ് ചെയ്ത റോയൽസ് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 208 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ റിപ്പിൾസ് 17 ഓവറിൽ 98 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. തോൽവിയോടെ റിപ്പിൾസിന്റെ സെമി സാധ്യതകൾ മങ്ങി. റോയൽസിന്റെ സെമി സാധ്യതകൾ നേരത്തെ തന്നെ അവസാനിച്ചിരുന്നു. റോയൽസിന് വേണ്ടി 4 വിക്കറ്റ് വീഴ്ത്തിയ അഭിജിത്ത് പ്രവീണാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. രണ്ടാം മത്സരത്തിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സിനെതിരെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വിജയം. 6 വിക്കറ്റ് നഷ്ടത്തിൽ 130 റൺസാണ് കൊല്ലം നേടിയത്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കൊച്ചി 2 ഓവറും 5 ബോളും ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി തുടരുന്നു. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഒഡീഷ, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രത തുടരുകയാണ്. ഛത്തീസ്ഗഡിൽ ചെറുഡാമിന്റെ ഭാഗം തകർന്ന് 4 പേർ മരിച്ചു. പഞ്ചാബിലും ഉത്തർപ്രദേശിലും മഴക്കെടുതി രൂക്ഷമാണ്. പഞ്ചാബിൽ മാത്രം മരിച്ചത് 37 പേരാണ്. കഴിഞ്ഞ ഒരു മാസത്തെ മാത്രം കണക്കാണിത്. ഉത്തർപ്രദേശിൽ 16 പേർക്കും ജീവൻ നഷ്ടമായിട്ടുണ്ട്. പഞ്ചാബിലും ഹരിയാനയിലും 6 ലക്ഷം ഹെക്ടറിലെ കൃഷി നശിച്ചു എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഡൽഹിയിൽ പ്രളയ മുന്നറിയിപ്പ് തുടരുകയാണ്. യമുന നദിയിലെ ജലം അപകട സൂചികയ്ക്ക് മുകളിലാണ്. ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇടവിട്ട ദിവസങ്ങളിൽ വെള്ളം വീടുകളിലേക്ക് കയറുന്നത് ജനജീവിതം ദുസ്സഹമാക്കുന്നുണ്ട്. സൈനിക ശക്തിയുടെ കരുത്ത് കാട്ടി ലോകത്തെ ഞെട്ടിച്ച ചൈന. 2ാം ലോക മഹായുദ്ധ സമയത്ത് ജാപ്പനീസ് സൈന്യത്തെ പരാജയപ്പെടുത്തിയതിന്റെ 80ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് ചൈനയുടെ സൈനിക പരേഡ്. ബെയ്ജിംഗിലെ ചരിത്ര പ്രാധാന്യമുള്ള ടിയാനൻമെൻ ചത്വരത്തിൽ 50,000-ലധികം സൈനികർ പൂർണ്ണ യൂണിഫോമിൽ പങ്കെടുക്കുന്ന പരേഡിൽ ചൈന വികസിപ്പിച്ച അത്യാധുനിക ആയുധങ്ങൾ ഉൾപ്പെടെ പ്രദർശിപ്പിച്ചു. സൈനിക രംഗത്തെ മികവും സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും ആയുധങ്ങളും ഉൾപ്പെടെ പ്രദർശിപ്പിക്കുന്ന കൂറ്റൻ സൈനിക പരേഡാണ് ചൈന സംഘടിപ്പിച്ചത്. ഓണത്തിന് പുലികളി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പുലികൾക്കൊപ്പം പ്രാധാന്യമുള്ള മറ്റൊരു കലാരൂപമുണ്ട്. അതാണ് കരടികളി. ഗ്രാമങ്ങളുടെ താളവും ആരവവുമായ കരടികളി പൂർവികരിൽ നിന്ന് കൈമാറി വന്നത് അന്യം നിന്ന് പോകാതെ സംരക്ഷിക്കുന്ന ഒരു കരടികളി സംഘമുണ്ട് കൊല്ലം ജില്ലയിൽ. കരടികളിയെ കാത്തിരിക്കുന്ന വീടുകൾ ഇപ്പോൾ ഇല്ലെങ്കിലും സ്കൂളുകളിലും ഓണാഘോഷ വേദികളിലുമാണ് ഈ സംഘം കരടികളി അവതരിപ്പിക്കുന്നത്. തെങ്ങോലയും ബാലമരത്തിന്റെ തടിയിൽ തീർത്ത മുഖമൂടിയും ധരിച്ച് കരടിയും മുഖത്ത് കറുത്ത ചായം തേച്ച് അമ്പുവില്ലുമായി വേട്ടക്കാരനും നാട്ടുപാട്ടുമായി താളക്കാരും എത്തുന്നതോടെ കരടികളി ആവേശലഹരിയിലാകും. കൈമണിയും കൈത്താളവുമാണ് കരടികളിയുടെ വാദ്യോപകരണം. മനോഹരമായ വായ്ത്താരിയിലൂടെ പാട്ടിനും താളത്തിനുമൊപ്പം കരടിയും വേട്ടക്കാരനും ചുവടുവെക്കും. ഐതിഹ്യം മുതൽ ആനുകാലിക സംഭവങ്ങൾ വരെ കരടികളിപ്പാട്ടിൽ ഉണ്ടാകും. പുതിയ തലമുറയിലെ കുട്ടികളും ഇതിനോടൊപ്പം ചുവടുവെക്കും. പ്രാക്കുളം ഗവൺമെന്റ് LP സ്കൂളിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി കരടികളി അവതരിപ്പിച്ചപ്പോൾ പുതുതലമുറയിലെ കുട്ടികൾക്കും ഇത് ആവേശമായി. പണ്ടുകാലത്ത് ഓണത്തിന് വീടുകളിൽ കയറി ഇറങ്ങിയിരുന്ന കരടികളി ഇപ്പോൾ ക്ലബ്ബുകളിലും സ്കൂളുകളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും മാത്രമായി ഒതുങ്ങി. കുളങ്ങര രാഘവനാശാന്റെ നേതൃത്വത്തിലുള്ള അരിനെല്ലൂർ കരടികളി സംഘമാണ് സ്കൂളുകളിൽ കരടികളി അവതരിപ്പിച്ചത്. അറിയാന്മാർക്ക് തമ്പുരാൻ്റെ മുറ്റത്ത് പോലും ചെല്ലാൻ പാടില്ലാതിരുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ഇന്നത്തെ അയ്യങ്കാളിയെപ്പോലെ തലച്ചോറുള്ള അധസ്ഥിത വർഗത്തിൽപ്പെട്ട ആൾ, തലച്ചോറുള്ളവർ കൂടി ആലോചിച്ച് ഈ ഓണത്തിന് ഏതൊരു വീട്ടിലും ഏതൊരു കാര്യത്തിനും നമുക്ക് ചെന്ന് കയറാൻ കലയുമായിട്ട്. അപ്പോൾ ഓണം വന്നപ്പോൾ കരടി വേഷം കെട്ടി ഈ
ഉള്ളവൻ്റെ മുറ്റത്ത് ചെല്ലാനൊരു സന്ദർഭം ഉണ്ടാക്കിയ കലയാണിത്. പുതുതലമുറയിലെ കുട്ടികളുടെ മനസ്സിൽ കരടികളിയുടെ ആവേശം നിറച്ച് അന്യം പോയിക്കൊണ്ടിരിക്കുന്ന ഈ തനത് കലാരൂപത്തെ നാളേക്ക് വേണ്ടിയും നിലനിർത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഈ കരടികളി സംഘം. അമൃത ന്യൂസ്, കൊല്ലം.